സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കുന്നു എന്ന്. ദയവ് ചെയ്ത് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തി അതിൽ കൂടി നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയും. നിങ്ങൾക്ക് പ്രാർത്ഥന അപേക്ഷകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അയക്കുവാനും കഴിയും. നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥനാ ടീമുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ദിവസത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ വിഷയം ഇതാണ്: ക്രിസ്തുമസ് ദിനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വം. ക്രിസ്തുമസിൻ്റെ സമയം കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നതായ ചില അത്ഭുതകരമായ പാഠങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് നൽകുന്ന അത്ഭുതകരമായ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് മനസ്സിലാക്കാം, അനുസരിക്കാം. അതിൽ കൂടി ദൈവികമായ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാം. നമുക്ക് ശ്രദ്ധിക്കാം, ക്രിസ്തുമസ് ദിനത്തിൽ യേശുക്രിസ്തുവിനുള്ള മഹത്വം. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി. ഇവിടെ പറയുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണെന്ന് നമുക്കറിയാൻ കഴിയുന്നു. ഇസ്രായേൽ ജനം ആ മിശിഹായെ, അവരുടെ രക്ഷകനായ മിശിഹായെ കാത്തിരിക്കുന്നതായ സന്ദർഭമാണ്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോഴാണ് അവിടെ ജോസഫും മറിയയും ശിശുവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ എടുത്തുകൊണ്ട് അന്ന് പള്ളിയിലേക്ക് വരുവാൻ ഇടയായത്. അതിനുശേഷം ശിമയോൻ്റെ കരങ്ങളിലേക്ക് ആ ശിശുവിനെ കൊടുക്കുന്നു. ശിശുവിനെ ശിമയോൻ കരങ്ങളെടുക്കുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം ഇപ്രകാരം പറയുകയാണ്: എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ മഹത്വമായിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ വാക്യം 100 തവണ വായിച്ചിട്ടുള്ള വാക്യങ്ങളായിരിക്കും. എന്നാൽ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവിടെ ശിമയോൻ അർത്ഥമാക്കുന്നത് എന്താണ്? യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം ആയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രമല്ല മഹത്വം, കർത്താവിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതായ സകല വ്യക്തികളുടെയും മഹത്വമായിരിക്കുന്നു. അത് നിങ്ങൾ മറക്കരുത്. ക്രിസ്തുമസിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക് എല്ലാം പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. ഇവിടെ മഹത്വം എന്ന വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ന്റെ 9-ാം വാക്യം. ഇടയന്മാർ രാത്രിയിൽ കാവൽ കാത്തതായ സമയത്ത് അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ കർത്താവിൻ്റെ തേജസ് കാണുവാൻ ഇടയായി എന്ന്. യേശു തൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് മലയിലേക്ക് കയറിപ്പോയി. ആ രൂപാന്തര മലയിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ തേജസ് അവർ കാണുവാനിടയായി. ആ 3 ശിഷ്യന്മാരും ആത്മപരവശരായി തീരുവാൻ ഇടയായി. സൂര്യൻ്റെ തേജസ് പോലെ യേശുക്രിസ്തുവിൻ്റെ തേജസ് അവർ കണ്ടു. ക്രിസ്തുവിൻ്റെ മഹത്വം യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 21 കാണുവാൻ കഴിയും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തിരികെ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നതിന് മുൻപായിട്ട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയുണ്ട്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട് കാണുവാൻ കഴിയുന്നു. മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന. യോഹന്നാൻ 17-ന്റെ 22 പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുമസിൻ്റെ ദിനത്തിൽ കർത്താവിൻ്റെ മഹത്വം നമുക്ക് ഏറ്റെടുക്കാം. മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിലും കർത്താവിൻ്റെ മഹത്വം നമുക്ക് ഏറ്റെടുക്കാം. യേശുക്രിസ്തു ജനിച്ച ആ സന്ദർഭത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ ശിശുവിനെ കാണുവാനായി ഒരുപാട് വ്യക്തികൾ കടന്നു വരുവാൻ ഇടയായി. ആ കടന്നു വന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ തേജസ് വരുവാനിടയായി. ശിഷ്യന്മാരുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. അവർ കർത്താവിൻ്റെ മഹത്വം ഏറ്റെടുത്തു. കർത്താവിൻ്റെ മഹത്വം ഏറ്റെടുത്തുകൊണ്ട് 3.5 വർഷക്കാലം അവർ ശുശ്രൂഷയിൽ കൂടുനിന്നു. ആത്മീയമായും ഭൗതികമായും മാനസികമായിട്ടും ആ തേജസ് അവർ അനുഭവിച്ചു.
ഇന്നത്തെ സന്ദേശത്തിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 3 വ്യത്യസ്ത തരത്തിലുള്ള കർത്താവിൻ്റെ തേജസ്സിനെക്കുറിച്ചാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സുവിശേഷ വേലയിലും നമ്മൾ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ തീർച്ചയായും കർത്താവിൻ്റെ സാന്നിധ്യത്തിലുള്ള മഹത്വം ഏറ്റെടുക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 1:23 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനു ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താണ് ആ പേരിൻ്റെ അർത്ഥം? എന്താണ്? ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നതായ ഓരോ നിമിഷവും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. 3.5 വർഷക്കാലം യേശു കർത്താവ് അനേകം ആളുകളുടെ ഇടയിലേക്ക് തൻ്റെ മഹത്വത്തെ അയച്ചു, ജനത്തെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ മഹത്വം. അവൻ എവിടൊക്കെ ചുവടുവെച്ചുവോ അവിടെല്ലാം അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനിടയായി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചതായ കാര്യം. അവിടെ വൈൻ തീർന്നുപോയി. മറിയ യേശു കർത്താവിനോട് വന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയും യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നതായ സംഭവം. അവിടെ കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ആ കാനാവിലെ കല്യാണ ദിവസം ആ വീട്ടിൽ കർത്താവ് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി എന്ന്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയുള്ള മഹത്വം അത് അനേകരെ സൗഖ്യപ്പെടുത്തി. സാന്നിധ്യത്തിൽ കൂടിയുള്ള മഹത്വം അനേകം ആളുകളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കൊടുക്കുവാനിടയായി. അവൻ്റെ സാന്നിധ്യത്തിൽ കൂടിയുള്ളതായ മഹത്വത്തിൽ കൂടി പിതാവായ ദൈവം തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അവൻ ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സുഹൃത്തുക്കളെ, യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന സന്ദർഭത്തിൽ മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശു കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്. കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. യേശു കർത്താവ് തൻ്റെ സാന്നിധ്യത്തിൽ കൂടി അമ്മയായ മറിയയിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തിയ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മറിയയുടെ ഉദരത്തിൽ യേശു കർത്താവ് ഉരുവായി. കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം അവളുടെ ശരീരത്തിൽ അവൾ അനുഭവിച്ചു. അവൾ ആത്മാവിൽ സന്തോഷിക്കുവാൻ ഇടയായി. ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പാടുവാനിടയായി. അവൾ പറയുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. അതെനിക്ക് അനുഗ്രഹമായിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല അനുഗ്രഹം, എന്നിൽ കൂടി ഈ കർത്താവ് ജനിച്ച ശേഷം ലോകത്തിന് മുഴുവനും അനുഗ്രഹമാകും. അതിനുശേഷം കുറേ അനുഗ്രഹങ്ങളെക്കുറിച്ച് മറിയ സംസാരിക്കുന്നത് കേൾക്കാം. ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ബൈബിൾ എടുക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 1 അതിൻ്റെ 49 ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അത് മറിയയ്ക്ക് മാത്രമല്ല സകല ലോകത്തിനും ആയിരുന്നു. സുഹൃത്തുക്കളെ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ആ കർത്താവ് നമുക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ അവൻ്റെ സാന്നിധ്യത്തിൽ കൂടി ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 1:50 മറിയ കരുണയെക്കുറിച്ച് പറയുന്നു. ഇവിടെ മറിയയുടെ ജീവിതത്തിൽ മാത്രമല്ല കർത്താവ് കരുണ കാട്ടിയിരിക്കുന്നത്, സകല ലോകത്തിനും കർത്താവ് കരുണ കാട്ടിയിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് തൻ്റെ കരുണ കാണിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ വേലയിൽ, എല്ലായിടത്തും. ഇവിടെ കർത്താവിൻ്റെ കരുണയാലാണ് അവൻ നമുക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പകർന്ന് തരുന്നത്. അതിനുശേഷം മറിയ കർത്താവിൻ്റെ ആ ശക്തിയെക്കുറിച്ച്, ബലത്തെക്കുറിച്ച് പറയുന്നു.
ആ കർത്താവിനെ ഉദരത്തിൽ വഹിക്കുവാനായിട്ട് മറിയയ്ക്ക് ശക്തി കൊടുത്തത്, ബലം കൊടുത്തത് ആ കർത്താവ് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിലെങ്കിലും നമ്മൾ കർത്താവിൻ്റെ ബലത്തെ ഏറ്റുവാങ്ങേണ്ടത് ആവശ്യമാണ്. ബുദ്ധിമുട്ടുകളുടെ നടുവിൽ അവൻ നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ്റെ ബലം നമുക്ക് ഏറ്റുവാങ്ങാം. അവൻ്റെ ബലം ധരിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ അവൻ്റെ ബലം ആവശ്യമാണ്. നമുക്ക് അവനിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ ശക്തീകരിക്കും. 52-ാമത്തെ വാക്യത്തിൽ മറിയ പറയുകയാണ്, പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു എന്ന്. അത് കർത്താവിൻ്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. മറിയയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ ഉയർത്തപ്പെടുവാൻ കഴിഞ്ഞു. അത് കർത്താവിൻ്റെ മഹത്വമാണ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വർഷം ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഉയർച്ചയിൽ കൂടി വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെല്ലാം കർത്താവിൻ്റെ ഉയർച്ച സംഭവിക്കട്ടെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ കർത്താവിൻ്റെ ഉയർച്ച അവൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം 53-ാമത്തെ വാക്യത്തിൽ മറിയ പറയുകയാണ്, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ക്രിസ്മസിൽ അവയുണ്ടാകട്ടെ. യേശു കർത്താവ് നമ്മെ സന്ദർശിക്കുകയും അവൻ്റെ നന്മകളാൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യട്ടെ. എന്നാൽ നമ്മൾ ഓർക്കേണ്ടതാണ്, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അതിനുശേഷം മറിയ പറയുകയാണ്, അവൻ സഹായിക്കട്ടെ എന്ന്. തീർച്ചയായും ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലേക്ക് കർത്താവിൻ്റെ സഹായത്തെ നമ്മൾ സ്വീകരിക്കുന്നതായ സന്ദർഭമാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കൂടി സമൃദ്ധിയായ അവൻ്റെ സഹായം നമുക്ക് ലഭിക്കും. അടുത്ത കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ ഈ നിറഞ്ഞ സാന്നിധ്യം നമുക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും? എങ്ങനെ നമുക്ക് ഇത് അനുഭവിക്കുവാനായിട്ട് കഴിയും? യെശയ്യാവിൻ്റെ പുസ്തകം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമവുമുള്ളവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടിയും വസിക്കുന്നു. വളരെ വ്യക്തമാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും നമ്മോട് കൂടിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്. അതിന് 2 സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്പർ 1, താഴ്മ. താഴ്മയുള്ളവരുടെ ഹൃദയത്തെ ദൈവം തൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നുവെന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അവൻ താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ തൻ്റെ വചനത്താൽ, തൻ്റെ സാന്നിധ്യത്താൽ, ദർശനത്താൽ വിടുതൽ കൊടുത്തുകൊണ്ടേയിരിക്കും. 2-ാമത്തെ കാര്യം ഇതാണ്, മനസ്താപമുള്ള ഒരു ഹൃദയം, അനുതപിക്കുന്നതായ ഒരു ഹൃദയത്തിലേക്ക് ദൈവം തൻ്റെ സാന്നിധ്യത്തെ ഇറക്കും. ദൈവം തൻ്റെ ശക്തിയെ ഇറക്കാനിടയാകും. അതിന് നമ്മൾ അനുതാപത്തോടുകൂടി വരണം. ഹൃദയകാഠിന്യമുള്ളവരുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം കുറഞ്ഞു പോകും. എന്നാൽ അനുതപിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒഴുകി വരും. നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ അനുതാപമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നമ്മൾ ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അതിനെ ക്ഷമയാചിക്കുക. അതുപോലെ ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നും ക്ഷമയാചിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മിലേക്ക് ഇറങ്ങുവാനായി നമ്മൾ അപേക്ഷിക്കുക. അങ്ങനെ നമ്മൾ അനുതപിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ, അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം നൽകാനിടയാകും. അത് നമുക്ക് അനുഭവവേദ്യമാകാനിടയാകും. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് മറിയ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 2-ാമത്തെ കാര്യം, യേശു കർത്താവിൻ്റെ സമാധാനത്തിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നേടിയെടുക്കാൻ കഴിയും. സമാധാനത്തിൽ കൂടിയുള്ള മഹത്വം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:29. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. വീണ്ടും ഇവിടെ ശിമയോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ശിമയോൻ ശിശുവായിരിക്കുന്ന യേശുവിനെ കരങ്ങളിലെടുത്ത് ഇസ്രായേലിൻ്റെ വിടുതലിനെക്കുറിച്ച്, അവർക്ക് വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. അതിനുശേഷം ശിമയോൻ പറയുന്നു, ഞാൻ കുറേ കാലമായി കാത്തിരിക്കുകയായിരുന്നു എന്ന്. അതിനൊരവസാനം വന്നിരിക്കുന്നു. ഇപ്പോഴെനിക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഞാനവനെ കരങ്ങളിൽ എടുത്തിരിക്കുകയാണ്. എനിക്ക് ഇസ്രായേലിൻ്റെ പുകഴ്ചയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് ഇവനിൽ കൂടി അറിയുവാൻ കഴിയുന്നു.
എത്ര അത്ഭുതകരമായ വാക്യമാണ്! ശിമിയോൻ മിശിഹയെക്കുറിച്ച് എന്താണ് പറയുന്നത്? എനിക്ക് ഇവനിൽ കൂടി ഇസ്രായേലിൻ്റെ മഹത്വത്തെ കാണുവാൻ കഴിയുന്നു എന്നാണ്. യേശുക്രിസ്തുവിൽ മുഴുവനും സമാധാനമാണുള്ളത്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുന്നുവെന്ന്. ഈ ക്രിസ്മസ് കഴിഞ്ഞതായ കാലയളവിൽ ആ സമാധാനം നമ്മെ എപ്പോഴും പിന്തുടരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, യേശു കർത്താവ് ജനിച്ച ശേഷം ആളുകൾ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആകുലതകളും അതുപോലെ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ട ശേഷം അവരുടെ ഹൃദയത്തിൽ വലിയ ഒരു സമാധാനം പ്രാപിച്ചെടുത്തുകൊണ്ടവർ തിരികെ പോകുവാൻ ഇടയായി. ജ്ഞാനികളും ആട്ടിടയന്മാരും ശിമയോനും ഇപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്നതായ ആളുകളെല്ലാവരും, ആ കർത്താവിനെ കണ്ട എല്ലാവരും തന്നെ അവൻ്റെ മഹത്വത്തെ, അതിൽ കൂടി ലഭിക്കുന്ന സമാധാനത്തെ എല്ലാം അനുഭവിക്കുവാൻ കഴിഞ്ഞതായ ആളുകളാണ്. ഒരു ദിവസം നിത്യതയിൽ അവനോടൊപ്പം സമാധാനത്തോടെ നമ്മൾ എല്ലാവരും വസിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ ശിമയോൻ എങ്ങനെയുള്ള സമാധാനത്തെപ്പറ്റിയാണ് പറയുന്നത്? ഹീബ്രുവിൽ ഈ വാക്കിനെ ഷലോം എന്നാണ് പറയുന്നത്. ഗ്രീക്കിൽ ഇതിനെ ഐറനെ എന്ന് വിളിക്കുന്നു. രണ്ടും ഒരുപോലെയാണ്. ഷലോം എന്ന വാക്കും അതുപോലെ ഐറനെ എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സകല അനുഗ്രഹങ്ങളും അതുപോലെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സകല വിടുതലുകളും സംഭവിക്കട്ടെ, അതിൽ കൂടി ലഭിക്കുന്ന സമാധാനത്തെപ്പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ സന്ദേശത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതായ സമാധാനം ഇതാണ്: കർത്താവിനെ അറിയുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ മാനസികമായ സമാധാനം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ആളുകളിൽ അധികം ആളുകളും സമാധാനമില്ലാത്തവരായിട്ട്, ഭയമുള്ളവരായി, നിരാശയുള്ളവരായി, ആകുലതയുള്ളവരായി ജീവിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. പലവിധമായ ചിന്തകളും ആകുലതകളും മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ അവരുടെ ഉള്ളത്തിൽ കടന്നു വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന് അധികം ഭാരം താങ്ങുവാനായിട്ട് കഴിയുകയില്ല. അതിന് താങ്ങാവുന്നതിലും അധികമായുള്ള മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിന് എന്താണ് പറ്റുന്നത്? അതിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് ഭംഗം നേരിടും. രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുപോലെ പലവിധമായുള്ള മാനസികമായ പ്രശ്നങ്ങളിലേക്ക് അത് നമ്മെ തള്ളിവിടുവാൻ ഇടയാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾ സംരക്ഷിക്കണം. കാരണം നമ്മുടെ മനസ്സ് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ മാനസിക നില തകരാറിലാകുവാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം ആവശ്യമാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? അതാണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത്. അവൻ സമാധാന പ്രഭുവാണ്. ശിമയോൻ അതാണ് പറയുന്നത്, ഞാനിപ്പോൾ സമാധാനം അനുഭവിക്കുന്നുവെന്ന്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കർത്താവ് നൽകുന്ന സമാധാനം ലോകം നൽകുന്ന സമാധാനത്തെക്കാൾ തികച്ചും വ്യത്യാസമാണ്. യേശു കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം നൽകുന്ന സമാധാനമല്ല അത്. ലോകം സമാധാനത്തെക്കുറിച്ച് പറയുന്നു, എന്നാൽ നമുക്ക് എവിടെ സമാധാനം കിട്ടുന്നു? ദിനംതോറും പലവിധമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ യേശു പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എങ്ങനെയുള്ള സമാധാനം? ഈ സമാധാനം എന്ന് നമ്മൾ പറയുമ്പോൾ യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾ വഹിച്ചത് മൂലം നമുക്ക് ലഭിക്കുന്നതായ സമാധാനമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വാക്യം നിങ്ങൾക്കായി വായിക്കുന്നു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ളതായ ശിക്ഷ അവൻ്റെ മേൽ വന്നിരിക്കുന്നു. എന്തിനുള്ള പണിഷ്മെൻ്റാണ്? പാപത്തിനുള്ള പണിഷ്മെൻറ്റ്. കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി മനുഷ്യർക്ക് പാപക്ഷമ കൊടുത്തിരിക്കുകയാണ്. ഇത് ഏറ്റെടുക്കുന്നതായ ആളുകൾക്ക്, രക്ഷിക്കപ്പെടുന്നവർക്ക് കർത്താവ് നൽകുന്ന ആ വലിയ സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നതാണ്. അതാണ് പ്രധാനം. ആ കാര്യമാണ് മാനസികമായുള്ള സമാധാനം. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്, ഈ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്
തന്നേച്ചു പോകുന്നു എന്ന്. സുഹൃത്തുക്കളെ, ഈ പുതിയ വർഷത്തിൻ്റെ ഈ മാസങ്ങളിലെല്ലാം, ഇനിയുമുള്ള ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ സമാധാനം നമ്മിൽ നിറയട്ടെ. എല്ലാ നിരാശപ്പെടുത്തുന്ന ചിന്തകളും ആകുലതകളും സ്വഭാവങ്ങളും നെഗറ്റീവ് ചിന്തകളും ഭയങ്ങളും എല്ലാം നമ്മെ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ സമാധാനം നിറയട്ടെ. ഇപ്പോൾ എങ്ങനെ ഇത് നമുക്ക് സാധിക്കാൻ കഴിയും? അതിനെപ്പറ്റി ഒരുപാട് വചനങ്ങൾ ബൈബിളിലുണ്ട്. നമുക്ക് ഒരെണ്ണം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6-7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അത്ഭുതകരമായ വാക്യങ്ങൾ. നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അവൻ നമുക്ക് തന്നിരിക്കുന്നു. പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മധ്യയിലും ആ ദൈവിക സമാധാനം നമുക്ക് പൂർണ്ണമായും അനുഭവിക്കുവാൻ കഴിയും. അതിന് നമ്മൾ ഒന്നാമതായി എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക. നമ്മുടെ സകല വിഷയങ്ങളും കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുക. നമ്പർ 2, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പരസ്പരം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ മക്കളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സകല ഭാരങ്ങളും കർത്താവിങ്കിൽ അർപ്പിക്കുക. അതുപോലെ നമ്മൾ നന്ദി കരയറ്റുക. കർത്താവിന് സ്തോത്രം ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമ്മൾ സ്തുതിക്കുക, വാഴ്ത്തുക. അപ്പോൾ എന്ത് സംഭവിക്കും? സകല ബുദ്ധിയെയും കവിയുന്നതായ സ്വർഗീയ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാകും. അതനുഭവിക്കാൻ കഴിയും. അത്ഭുതകരമായ വാക്യങ്ങൾ. അതുകൊണ്ട് ഈ പുതിയ വത്സരത്തിൻ്റെ കാലയളവുകളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട്, അതുപോലെ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട്, അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയുവാൻ ഇടയാകട്ടെ. അത്ഭുതകരമായ സമാധാനം അനുഭവിക്കാനിടയാകട്ടെ. മൂന്നാമത്തേത്, യേശുക്രിസ്തുവിൻ്റെ ശക്തിയുടെ മഹത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:35 അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എത്ര അത്ഭുതകരമായ വചനങ്ങളാണ് കാണുന്നത്. ഇത് ദൈവത്തിൻ്റെ ദൂതൻ മറിയയോട് പറയുന്നതായ കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വരുവാനിടയാകും. അസാധ്യമായ ചില കാര്യങ്ങളെ ചെയ്യുവാൻ. അത് വാസ്തവമല്ലേ? ഒരു കന്യക ഗർഭം ധരിക്കുന്നത് അസാധ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അത് സാധിക്കുന്നു. സൃഷ്ടാവായിരിക്കുന്ന ദൈവം തൻ്റെ ശക്തിയെ മറിയയിലേക്ക് അയക്കുന്നു. അത്ഭുതകരമല്ലേ? ദൂതന്മാർ യേശുവിനെക്കുറിച്ച് വിളംബരം ചെയ്യുന്നു. അത്ഭുതകരമല്ലേ? ആകാശത്ത് അവൻ്റെ ജനനത്തോടനുബന്ധിച്ചൊരു നക്ഷത്രം ഉദിക്കുന്നു. അത്ഭുതകരമല്ലേ? സുഹൃത്തുക്കളെ, ക്രിസ്മസിൻ്റെ കാലയളവിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ മഹത്വം മാത്രമാണ്. കർത്താവിൻ്റെ ശക്തിയാണ് കാണുന്നത്. അവൻ്റെ മിനിസ്ട്രിയിലുടനീളം കർത്താവിൻ്റെ മഹത്വമാണ് കാണുന്നത്. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ പഠിപ്പിക്കലുകളിൽ, അവസാനം മരണത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിൽ. അതുകൊണ്ട് ഈ വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ ശക്തിയുടെ, ഈ ബലത്തിൻ്റെ മഹത്വം നമുക്ക് ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമുക്ക് കർത്താവിൻ്റെ ശക്തി ആവശ്യമാണ്. ചിലർക്ക് രോഗമാണ്, അവർക്ക് സൗഖ്യം ആവശ്യമാണ്. നമ്മുടെ മക്കളുടെ വിവാഹകാര്യങ്ങൾ നടക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. നമുക്ക് വ്യാപാരം ചെയ്യുവാനായി ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായി ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. സാമ്പത്തികമായി നമുക്ക് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരുവാനായിട്ട് ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. വ്യത്യസ്തമായിട്ടുള്ളതായ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ശക്തി വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതേ പരിശുദ്ധാത്മാവ് തന്നെ മറിയയെ ശക്തീകരിക്കാനിടയായി, അവളെ ബലപ്പെടുത്തി.
അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും തന്നെ രക്ഷിക്കപ്പെടുന്നതായ അതേ നിമിഷത്തിൽ കർത്താവിനെ നമ്മളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവെന്ന വരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ അതുകൊണ്ടൊന്നും മതിയാകുന്നില്ല. രണ്ടാമതൊരു പടിയുണ്ട്. അതായത് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയേണ്ടത് ആവശ്യമാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 5:18 വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. എന്താണ് ഇവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവരായി നമ്മൾ ജീവിക്കണമെന്ന് പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊരു ഗ്ലാസും പരിശുദ്ധാത്മാവ് വെള്ളമായിട്ട് നിറയണമെന്നാണോ? അങ്ങനെയല്ല പൗലോസ് പറയുന്നത്. ഇതിൽ കൂടി വ്യക്തമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് കൊടുക്കുക എന്നതാണ്. പല ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൽ ആവുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തമായി വന്ന് നിറയുന്ന അനുഭവമാകുന്നു അത്. എന്നാൽ പല ദൈവദാസന്മാർക്കും ഈ സത്യം അറിയുന്നില്ല. അവർ തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതലായി നമ്മിൽ വന്ന് നിറയുന്ന അനുഭവമാണ്. നമ്മൾ കർത്താവിന് മുൻപിൽ എത്രത്തോളം സമർപ്പിക്കുന്നുവോ അത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടും. നമ്മൾ എത്രത്തോളം കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവോ അത്രത്തോളം ശക്തമായി പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയും. അവൻ നമ്മെ നിയന്ത്രിക്കും, അവൻ നമ്മെ ബലപ്പെടുത്തും. അതുകൊണ്ട് എല്ലാ ദിവസവും അനുതാപത്തോടുകൂടി പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയണം, പരിശുദ്ധാത്മാവെ എന്നിൽ പൂർണ്ണമായി നിറയണമേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന്. കർത്താവിൻ്റെ ഹിതപ്രകാരം എന്നെ രൂപാന്തരപ്പെടുത്തൂ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ എത്രത്തോളം ദാഹിക്കുന്നുവോ അത്രത്തോളം ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുവാൻ ഇടയാകും. ഈ സന്ദേശം കേട്ടതായ നിങ്ങൾക്കെല്ലാവർക്കും ഇത് അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വർഷം മുഴുവനും കർത്താവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് ജീവിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നീ കൽപ്പിച്ച സന്ദേശത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ക്രിസ്തുമസിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് കർത്താവിൻ്റെ മഹത്വമാണല്ലോ, നിന്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വമാണല്ലോ, നിന്റെ സമാധാനത്തിൻ്റെ മഹത്വമാണല്ലോ, നിന്റെ ശക്തിയുടെ മഹത്വമാണല്ലോ. കർത്താവെ, ഈ സമയത്ത് നിന്റെ ആ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. കർത്താവെ, നിന്റെ മുൻപിൽ ദാഹത്തോടെ കടന്നു വരുന്ന സമയത്ത് ഞങ്ങളെ നിന്റെ ആത്മാവിനാൽ നിന്റെ ശക്തിയാൽ നിറയ്ക്കുവാൻ തക്കവണ്ണം നീ മതിയായ ദൈവമാകുന്നുവല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ TV മിനിസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക. അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ മണി ഓർഡറുകൾ അയക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക. അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ്. അബണ്ടന്റ് ലൈഫ് 1533 RT, വിജയനഗർ കോളനി, ഹൈദരാബാദ് 500057, തെലങ്കാന, ഇന്ത്യ. ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.